നമസ്കാരം. ലയണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നിൽ നടന്ന ഭീമമായ നിയമലംഘനങ്ങളും അഴിമതി നാടകങ്ങളും ഒടുവിൽ അക്ഷരം പ്രതി പുറത്തു വന്നിരിക്കുകയാണ്. ഭരണസിരാ കേന്ദ്രത്തിലെ വഴിവിട്ട നീക്കങ്ങൾക്കെതിരെ തുടക്കം മുതൽ ശക്തമായ നിലപാടെടുക്കുകയും മുൻ മന്ത്രിയുടെ ഓഫീസ് നൽകിയ അഴിമതി നിറഞ്ഞ നിർദ്ദേശക്കുറിപ്പ് പരസ്യമായി കീറിയെറിയുകയും ചെയ്ത അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉയർത്തിയ മുന്നറിയിപ്പുകൾ ശരിവെക്കുന്ന ചീഫ് സെക്രട്ടറിയുടെ അതിഗുരുതരമായ അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കായിക സെക്രട്ടറി നൽകിയ റിപ്പോർട്ട് അതീവ ഗൗരവമുള്ളതാണെന്നും മുൻ സർക്കാരിന്റെ പങ്കും കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കൃത്യമായി പരിശോധിച്ച് ശക്തമായ നടപടിയെടുക്കുമെന്നുമാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കിയിട്ടുള്ളത്. IAS വൃത്തങ്ങളിലെ ഏറ്റവും കാര്യപ്രാപ്തിയും ചട്ടങ്ങളോട് അടിയുറച്ച പ്രതിബദ്ധതയുമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥനാണ് PM മുഹമ്മദ് ഹനീഷ്. സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവലും ട്രഷറി കോഡുകളും പാലിച്ചു മാത്രം ഫയലുകളിൽ തീരുമാനമെടുക്കുന്ന അദ്ദേഹം കായിക വകുപ്പ് സെക്രട്ടറി ആയിരിക്കെയാണ് ഈ വിവാദ മെസ്സി ഡീലിന്റെ ഫയലുകൾ മുന്നിലെത്തുന്നത്. മുൻ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി തയ്യാറാക്കി നൽകിയ അഴിമതി സൂചനകളുള്ള ഔദ്യോഗിക ഇതര കുറിപ്പ് ഇദ്ദേഹം തള്ളിക്കളയുകയും കീറിയെറിയുകയുമായിരുന്നു. സർക്കാരിന്റെ തപാൽ വഴിയോ രജിസ്റ്റർ വഴിയോ വരാത്ത ചട്ടങ്ങൾ ലംഘിച്ച് മന്ത്രിതലത്തിൽ മാത്രം കൈകാര്യം ചെയ്ത കരാറുകളെ ചോദ്യം ചെയ്തതിനും ജനങ്ങളുടെ നികുതിപ്പണം അപഹാസ്യമാക്കുന്ന നീക്കങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തതിനും അദ്ദേഹത്തിന് കിട്ടിയ ശിക്ഷ കായിക വകുപ്പിൽ നിന്നുള്ള സ്ഥലം മാറ്റം തന്നെയായിരുന്നു. എന്നാൽ സത്യം മൂടിവെക്കാൻ കഴിയില്ലെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയുടെ കണ്ടെത്തലുകൾ. ധനകാര്യ വകുപ്പിന്റെയോ നിയമവകുപ്പിന്റെയോ ലീഗൽ സ്കൂട്ടിനി ഇല്ലാതെയും താൽപര്യപത്രം ക്ഷണിക്കാതെ സ്പോൺസർമാരെ തീരുമാനിച്ചും വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കാനാണ് മുൻ സർക്കാർ ശ്രമിച്ചിരുന്നത്. 2022 മുതൽ മന്ത്രിയുടെ ഔദ്യോഗിക ഇമെയിൽ വഴി അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി നടത്തിയ വഴിവിട്ട രഹസ്യ ഇടപാടുകളുടെ ഫയലുകൾ വീണ്ടും 2 വർഷത്തിനു ശേഷമാണ് കായിക വകുപ്പിൽ പോലും എത്തിയത്. ഫിഫയുടെയോ AIFAയുടെയോ അനുമതിയോ വിദേശ നാണയവിനിമയ നിബന്ധനകളോ പരിശോധിക്കാതെ അന്താരാഷ്ട്ര തലത്തിൽ സർക്കാരിന്റെ വിശ്വാസ്യതയ്ക്ക് തന്നെ മങ്ങലേൽപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ഇടപാടിൽ ഭീമമായ GST വെട്ടിപ്പ് നടന്നതായി കഴിഞ്ഞ സർക്കാർ കണ്ടെത്തി നോട്ടീസ് നൽകിയിരുന്നെങ്കിലും 7 മാസത്തോളമായി അന്വേഷണ അനാസ്ഥയോടെ മരവിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. സർക്കാരിനുണ്ടായ സാമ്പത്തിക നഷ്ടം തിരിച്ചുപിടിക്കുമെന്നും താൽപര്യപത്രം ക്ഷണിക്കാതെ സ്പോൺസറെ നിശ്ചയിച്ചതിലും ഫണ്ട് വന്ന വഴിയിലും കൃത്യമായ പരിശോധന നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുമുണ്ട്. ചട്ടങ്ങളുടെ കാവലാളായി നിന്ന് അഴിമതിക്കെതിരെ പോരാടിയ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തി ഭരണം നടത്തിയവർക്കുള്ള തിരിച്ചടി കൂടിയാണ് ഈ ഒരു അന്വേഷണ റിപ്പോർട്ട്. ഇനി വരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ മെസ്സി ഡീൽ അട്ടിമറിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാൻ സാധ്യതകൾ ഏറെയാണ്. സ്വകാര്യ ഏജൻസികളും മുൻ ഭരണാധികാരികളും ചേർന്ന് നടത്തിയ ഈ വമ്പൻ തട്ടിപ്പിന്റെ ചുരുളഴിയുമ്പോൾ കസേര തെറിപ്പിച്ച് സത്യം മൂടിവെക്കാൻ നോക്കിയ വമ്പന്മാർ കുടുങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല.